നോക്കൂ, ഈ വിഷയം കേരളത്തിലെ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നിങ്ങൾക്ക് വിശദീകരണം നൽകിയതാണ്. നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്. ആ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ഇത്രയും കാത്തുനിന്നതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേ വാചകമായിരിക്കില്ല. പക്ഷേ ഞങ്ങളും എല്ലാം പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ MOUവിൽ വ്യക്തത വരുത്താൻ വേണ്ടി ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ്. ക്യാബിനറ്റ് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല. ഇതാണ് ഈ ക്യാബിനറ്റിനകത്ത് എങ്ങനെയാണ് നോട്ട് എഴുതിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. CPIയുടെ നേതൃത്വം അത് അംഗീകരിച്ചു, CPMന്റെ നേതൃത്വം അംഗീകരിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിച്ചു. അപ്പോൾ ചില മാധ്യമങ്ങൾ ഒരുപാട് മനക്കോട്ടയെല്ലാം കെട്ടിക്കൊണ്ടിരുന്നു. 29-ാം തീയതി ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ അവിടെ പങ്കാളിത്തം ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, അതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലപ്പെടും എന്നൊക്കെ പറഞ്ഞ് പല വിശകലനങ്ങളും, ആ വിശകലനങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം അതിൻ്റെ പക്വതയോട് ഉള്ള പെരുമാറ്റത്തിൽ അതിൽ CPMന്റെയും CPIയുടെയും നേതൃത്വം, സംസ്ഥാന നേതൃത്വം, മുഖ്യമന്ത്രി എല്ലാം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനെ സഹായിക്കുന്ന ചില ഇടപെടലുകളാണ് CPIയുടെയും CPMന്റെയും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അഖിലേന്ത്യാ സെക്രട്ടറി ആദ്യം പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് തീർക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. പിന്നെയും എന്തുകൊണ്ടാണ് അത്തരം എല്ലാ മീറ്റിങ്ങുകളിലും താങ്കൾ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഓർക്കുന്നുള്ളൂ. ഞാൻ മുഴുവൻ ഭാഗവും ഓർക്കുന്നുണ്ട്. എന്താണ്? സംസ്ഥാനത്ത് പരിഹരിക്കേണ്ടതാണിത്. സംസ്ഥാനത്ത് പരിഹരിക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ വല്ല സഹായവും ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. എന്തിനാണ് എൻ്റെ സുഹൃത്തെ ഒരു ഭാഗം ഞാൻ മറന്നുപോകും, വയസ്സനായതുകൊണ്ട് മറന്നുപോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കാര്യമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചത്. അതിനൊന്നും ഒരു പ്രസക്തി, ഞങ്ങളെല്ലാം ഉറ്റ സുഹൃത്തുക്കളാണ്. ഇരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ സൗഹൃദമുണ്ട്. പക്ഷെ CPIയിലെ സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലാണ്. അതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രത്യേക സാഹചര്യത്തിൽ ചിലത് വീണുണ്ടാവും വായിൽ നിന്ന്. അതിന് ആ അർത്ഥമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ അവർക്കും എനിക്കും കഴിയും. അത്രയേ ഉള്ളൂ. വിവാദം അത് സംസ്ഥാന നേതൃത്വം, CPMന്റെ സംസ്ഥാന നേതൃത്വം ലാഘവത്തോടെയാണ് കണ്ടത് എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം നടത്തി. ഇപ്പോഴ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ആ ശ്രമം നടക്കുന്നതിനിടയ്ക്ക് ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെന്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഷേക്സ്പിയറിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട്, നന്നായി പര്യവസാനിച്ചത് എല്ലാവർക്കും നല്ലത്. ആദ്യം വന്നത് എന്ത് CPI എന്ന ഗോവിന്ദ മാഷിന്റെ പ്രതികരണം, താൻ നയം മാറ്റി എന്ന V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ ഇത് സംസ്ഥാന നേതൃത്വം ലാഘവത്തോടെയാണ് വിഷയം, അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്നൊരു രീതിയിലേക്കാണോ പോയത് എന്ന ആ രീതിയിലൊരു വിമർശനം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഈ പരാമർശിക്കപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സംബന്ധിച്ചും V ശിവൻകുട്ടി പറഞ്ഞത് സംബന്ധിച്ചുമെല്ലാം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അതിനോട് യാതൊന്നും ഞാൻ കൂട്ടിച്ചേർക്കേണ്ടതില്ല. വളരെ വളരെ നല്ലത്. PB ഇനി കൂടാൻ പോവല്ലേ. ഇനി വനിതാ സുഹൃത്തിന് ഒരു ചോദ്യം. ബാക്കി നിങ്ങളെല്ലാം പുരുഷന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്ത്രീപക്ഷപാതിയാണ്. ഈ ചോദ്യം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് മന്ത്രിസഭാ ഉപസമിതി അതിന്റെ ജോലി ചെയ്യുന്ന മുറയ്ക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത ഉണ്ടാവും. ഇപ്പൊ അതിനെക്കുറിച്ച് ഈ ഉപസമിതി അടക്കമുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ LDF-ൽ കൂടിയാലോചന നടത്തിയില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഉപസമിതി കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് ഈ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് VD സതീശൻ വിമർശനം. അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ശ്രീ VD സതീശനത് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഇത് സംബന്ധിച്ച വാർത്ത. കാരണം ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്ത് VD സതീശനും കോൺഗ്രസും പരിഹരിക്കട്ടെ. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാം.